ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ആൻഡ് CSE വേൾഡ്. PSC എക്സാമായിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ള PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. PSC എക്സാംസിൻ്റെ ടൈമിൽ ചെറിയ മാറ്റങ്ങൾ PSC കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത് 1/9/2025 മുതലാണ്. അതായത് സെപ്റ്റംബർ 1 മുതൽ വരുന്ന PSC പരീക്ഷകളുടെ സമയക്രമത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികളുടെ ID പരിശോധിക്കുവാനും ഉദ്യോഗാർത്ഥികൾക്ക് OMR ഷീറ്റിൽ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ പൂരിപ്പിക്കാനുള്ള സമയം 30 മിനിറ്റിൽ നിന്നും 20 മിനിറ്റായിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് 30 മിനിറ്റ് ആയിരുന്നു OMR ഷീറ്റ് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് തന്നിരുന്ന ടൈം. അത് 30 മിനിറ്റിൽ നിന്നും 20 മിനിറ്റാക്കി മാറ്റിയിട്ടുണ്ട്. സോ ടോട്ടലി ഒരു 10 മിനിറ്റ്സിൻ്റെ വേരിയേഷൻ നമുക്ക് എക്സാം ടൈമിൽ വരുന്നുണ്ട്. അപ്പോൾ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, പുലർച്ചെ നടക്കുന്ന പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾ 7 മണിക്ക് ഹാളിൽ പ്രവേശിക്കുകയും ID വെരിഫിക്കേഷൻ പൂർത്തിയാക്കി 7:15 ക്വസ്റ്റ്യൻസ് വിതരണം ചെയ്യും. 7:20 ക്വസ്റ്റ്യൻ സീൽ പൊട്ടിച്ച് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. 7:50 ഫസ്റ്റ് ഹാഫ് അവർ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വാർണിംഗ് ബെല്ല് നമുക്ക് കിട്ടും. ദെൻ 1 അവർ കഴിഞ്ഞു എന്നുള്ളതിന് അറിയിപ്പ് 8:20 പരീക്ഷ പൂർത്തിയാക്കാൻ ഇനി 5 മിനിറ്റ്സ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള അറിയിപ്പ് എപ്പോഴാണ്? 8:45 ദെൻ പരീക്ഷ അവസാനിക്കുന്നത് 8:50 ഇത് മോർണിംഗ് നടക്കുന്ന എക്സാമിൻ്റെ കാര്യമാണ്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് നടക്കുന്ന എക്സാമിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന 1 മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷകളിൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ, നമ്മൾ എക്സാം ഹാളിൽ പ്രവേശിക്കേണ്ട സമയം 1:30 ആണ്. ക്വസ്റ്റ്യൻസ് വിതരണം ചെയ്യുന്നത് 1:45 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1:50 ക്ലാസ്സിൽ കയറേണ്ടത് നോർമലി 1:30 അത് ആ ടൈമിൽ തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ വിതരണം ചെയ്യുന്നത് 1:45 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1:50 സോ 2:20 നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞു എന്നുള്ള അറിയിപ്പും അതുപോലെ 1 അവർ കഴിഞ്ഞു എന്നുള്ളത് 2:50 ലഭിക്കും. ഇനി പരീക്ഷ പൂർത്തിയാക്കാൻ 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള അറിയിപ്പ് 3 മണിക്കും പരീക്ഷ പൂർത്തിയാവുന്നത് 3:05 നേരത്തെ നമുക്ക് 3:15 എക്സാം തീരുന്നതെങ്കിൽ ഇപ്പോൾ അത് 3:05 നമുക്ക് എക്സാം കംപ്ലീറ്റ് ആവും. ഇനി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന 1 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യം വരുന്ന പരീക്ഷകളാണെങ്കിലോ, ഹാളിൽ പ്രവേശിക്കേണ്ട സമയം 1:30 ക്വസ്റ്റ്യൻ വിതരണം ചെയ്യുന്നത് 1:45 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1:50 ഇനി അരമണിക്കൂർ കഴിഞ്ഞു എന്നുള്ള അറിയിപ്പ് 2:20 അതുപോലെ 1 മണിക്കൂർ കഴിഞ്ഞു എന്നുള്ള അറിയിപ്പ് 2:50 ഇനി പരീക്ഷ പൂർത്തിയാക്കാൻ ലാസ്റ്റ് 5 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് 3:15 പരീക്ഷ പൂർത്തിയാകുന്നത് 3:20 ഇവിടെ ഇപ്പോൾ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂൾ ഓഫ് ടൈം 30 മിനിറ്റ്സിൽ നിന്ന് 20 മിനിറ്റ്സിലേക്ക് മാറ്റി. അതല്ലാതെ നമ്മുടെ എക്സാം ടൈമിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതായത് 1 അവർ 30 മിനിറ്റ്സാണ് നമുക്ക് മുന്നേ എക്സാമിന് ഉണ്ടായിരുന്നെങ്കിൽ എക്സാം എഴുതാനായിട്ട്, ആ സമയം തന്നെയാണ് ഇപ്പോഴും. അതല്ലാതെ നമ്മുടെ എക്സാം ടൈമിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല.